ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് പ്രാവിൻ്റെ വീഡിയോ ആയിട്ട് വന്നതാണ്. വെച്ചാൽ ഇനിയിപ്പോൾ അങ്ങോട്ട് പ്രാവിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഗെയിമിങ് നിർത്തി. എന്താ വെച്ചാൽ ഗെയിമിങ്ങിനായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പ്രാവിനെ വളർത്തുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോ പറയാൻ പോകുന്നത്. ഇന്ന് കുറച്ച് രണ്ട് പ്രാവുള്ളൂ. ആ രണ്ട് പ്രാവിൻ്റെ മുട്ടിട്ട് എടുക്കുന്നുണ്ട്. അപ്പം അതിനൊന്ന് കാണിച്ചു തരാനാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഒക്കെ എടുക്കാം. ഗൈസ്, ഇതാണ് ഏരിയ. നല്ല പറത്താൻ പറ്റിയ നല്ലൊരു ഏരിയ ആണ്. ഇതാണ് ആ വായിക്കൂട് ഓക്കെ. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയാണ്. ഇവിടെയാണ് നമ്മളാ കൂട് വരുന്നത്. ഒരു വല ഇട്ടിട്ടുള്ള സെറ്റപ്പിലാണ് വെച്ചത്. എന്താ വെച്ചാൽ പ്രാവിനെ പുറത്തിട്ടിട്ട് പോയിൻ്റെ ചിലപ്പോൾ കാക്കയും കാര്യങ്ങളും ഓടിപ്പിച്ചിട്ട് നമ്മളെ മിസ്സാവാൻ സാധ്യതയുണ്ട്. ഞാൻ പ്രാവിനെ ഇപ്പോൾ തുറന്നില്ല. ഇപ്പോൾ തുറന്നാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കും. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിൽ പോവാം. വൈകുന്നേരമാണ്, ഒരു നേരമാണ് തീറ്റ കൊടുക്കുന്നത്. ആ സമയത്ത് വന്ന് ഞാൻ തീറ്റ വായിക്കൂടിലാണ് ഇട്ട് കൊടുക്കുക. ഇതിൽ മോൾ കൂടെ ഇറങ്ങി മോൾ കൂടെ പ്രാവ് ഇറങ്ങിയിട്ട് തീറ്റ തന്നു. ഞാൻ പുറമേക്ക് വൈകുന്നേരം ഇടലാണ്. നമുക്ക് ഇതൊന്ന് തുറക്കാം. ഓക്കെ ഗൈസ്, ഒന്ന് അകത്ത് കയറാം. ഇവിടെ നമ്മൾ വെള്ളം ഇവിടുന്ന് ഒലിച്ച് ചാടിയിട്ട് മഴ പെയ്ത വെള്ളം ഇങ്ങോട്ട് കൂടിൻ്റെ അടുത്തേക്ക് വരുന്നത്. അത് അവിടെ നനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇവിടെ ഇത് കെട്ടിയില്ലാന്ന്. അപ്പോൾ വെള്ളം അങ്ങോട്ട് പോയിട്ട് കുറച്ച് നാശങ്ങളൊക്കെ ഉണ്ടാകുന്നു. എന്താ വെച്ചാൽ മരത്തിൻ്റെ അവിടെ നല്ല നനവ് വരിക. അത് ചിലപ്പോൾ പൂപ്പലൊക്കെ പിടിച്ച് മറ്റേ പലക നഷ്ടപ്പെടാൻ ഇതുണ്ട്. അപ്പോൾ കൂട് പോകും. അതുകൊണ്ട് ഞാൻ അവിടെ തേച്ചുണ്ട്. ഇതിൻ്റെ അതിൽ നല്ല തേപ്പ് കൊടുത്താണ്. ഞാൻ തന്നെ തേച്ചതാണ്. ഇഷ്ടിക വെച്ചിട്ട് തേച്ചതാണ്. നമ്മൾ വിളിക്കാൻ തേപ്പിന് ആൾക്കാരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വേറെ പൈസ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്കറിയുന്ന പോലെ അങ്ങ് ഉണ്ടാക്കി. ഇത് പ്രാവിന് വേണ്ടി മണ്ണ് ഇതാക്കിയാണ്. കുറച്ച് മണ്ണ് ഇഷ്ടിക പൊടിച്ചത് അങ്ങനത്തെ ആണ്. അത് നമുക്ക് ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇതാണ് കൂട്. ഇപ്പോൾ 2 പ്രാവുള്ളൂ ഇപ്പോൾ. പക്ഷേ കൂട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു കൂട്. ഇത് വലിയൊരു കൂടാണ്. ഇത് ഓരോ കള്ളിയാണ്. ഇതിനാണ് നമ്മളെ പ്രാവുള്ളത്. ഇതാണ് നമ്മളാണ് പെണ്ണ്. അപ്പോൾ അത് ഇറങ്ങുകയാണ്. ഓക്കെ, പറവയാണ് ആണ്. പെണ്ണ് ക്രോസാണ്, നാടനായിട്ട് ക്രോസ് ആയതാണ്. അപ്പോൾ മുട്ടിട്ട് അടയിരിക്കുകയാണ്. വലുതായിട്ട് ശല്യപ്പെടുത്തണ്ട. ഇതൊരു നല്ല പൊളി പറവയാണ്. പെണ്ണൊരു നാടനായിട്ട് ക്രോസ് വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ എന്ന് വെച്ചാൽ പറക്കുമെന്ന് അറിയില്ല, പറക്കയിരിക്കും. എന്തായാലും കുഞ്ഞുങ്ങൾ ഉണ്ടാവട്ടെ. മുട്ടിട്ടാണ് ഇപ്പോൾ. ഈ പെണ്ണൊന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മുട്ട കാണിച്ചു തരാമെന്നു. ഒക്കെ പെണ്ണിങ്ങോട്ട് പറഞ്ഞുണ്ട്. ഇതാണ് നമ്മളെ പ്രാവ്. നമുക്കൊന്ന് മുട്ട കാണാം. ഈ അടിപൊളി സെറ്റപ്പിലാണ് വെച്ചത്. ഈ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ നല്ലോണം നോക്കുന്ന ആണാണ്. ബ്രീഡിങ്ങിനായിട്ട് പറ്റിയ പറവയാണ്. കൊള്ളിയൊക്കെ വെച്ച് ഇതൊക്കെ ആണ് സെറ്റ് ചെയ്താണ്. 2 മുട്ട ഉണ്ട്. ഇത് വിരിഞ്ഞ് ഇതിൻ്റെ മക്കളെ നമുക്ക് പറത്തിക്കണം. കുഞ്ഞുങ്ങൾ ഇറങ്ങണം. ഇപ്പോൾ മഴേൻ്റെ സീസണാണ് വരുന്നത്. അപ്പോൾ ഇടിയൊക്കെ വെട്ടുമ്പോൾ ചിലപ്പം മുട്ട പേട് വരാൻ കാരണമാവും. ഇടി കാരണം ചിലപ്പം വിരിയാൻ സാധ്യതയില്ല. എന്നുവെച്ചാൽ കൂടുതൽ ശല്യപ്പെടുത്തണ്ട. നമുക്കിനി വൈകുന്നേരം ഇറ്റുങ്ങളെ തീറ്റ കൊടുക്കുമ്പോൾ കാണാം.
ദേ അവിടെ ഒരു പൂച്ച കിടക്കുന്ന കണ്ടോ. ഈ പൂച്ച പ്രാവിനെ ഇതുവരെ കിട്ടിയില്ല. എന്തായാലും അതിനെ ഈ ഏരിയ കണ്ട് എറിയണം. പ്രാവുകൾ ആ മരത്തുമ്മ കൂടിയാണ് കയറിയത് കേട്ടോ. ആ തെങ്ങുമ്മ കൂടെ കയറിയിട്ട് ഈ ഷീറ്റുമ്മ കൂടെ ഇങ്ങോട്ട് വല ഉണ്ടായത് കൊണ്ടാണ് ഉള്ളിലേക്ക് പോകാൻ പറ്റാത്തത്. പലപ്പോഴും ഈ കൂടെ ഇങ്ങനെ പൂച്ച കിടക്കുന്നുണ്ട്. ഇതിനെ കണ്ടുണ്ട്. എന്തായാലും ഒരു ദിവസം പിടിക്കും. അതുകൊണ്ട് പൂച്ചനെ ശ്രദ്ധിക്കണം. അവിടെ എന്തെങ്കിലും ഒന്ന് ആക്കണം, വലയോ എന്തെങ്കിലും വെച്ച് റെഡിയാക്കണം. തെങ്ങ്